കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഗ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നോഗയുടെ കാലത്ത് ജനങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിത തിരക്കിലായിരുന്നു. അവർ ഒരു ആത്മീയമായ ഉറക്കത്തിലായിരുന്നു. അവർ നിഷ്ക്രിയരായിരുന്നില്ല എന്ന് നാം ഓർക്കണം. അവർ പ്രവർത്തന നിരതരായിരുന്നു. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ തങ്ങളുടെ ജോലിയിൽ ബദ്ധരായിരുന്നു. പണം സമ്പാദിക്കുന്നതിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യങ്ങളിലും ഒക്കെ അവർ തിരക്കിലായിരുന്നു. വിവാഹപ്രായത്തിലെത്തിയ മക്കളുള്ളവർ അവരെ വിവാഹം കഴിപ്പിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. വിവാഹം കഴിച്ചവർ കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും ഒക്കെ തിരക്കിലായിരുന്നു. അവർ ആ കാര്യങ്ങളെല്ലാം സജീവരായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും അവർ ഉറങ്ങുകയായിരുന്നു. അതേസമയം ദൈവത്തിൻ്റെ ശബ്ദത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നോഗ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ വിശ്വസ്തയോടെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ ആ വചനം അനുസരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണിതഫലമായി ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. പെട്ടകം പണിയാൻ ശാരീരികമായി സഹായിച്ചവർ പോലും പണത്തിനായി അധ്വാനിച്ചതിനാൽ നോഗയുടെ വാക്കുകളെ വിശ്വസിച്ചില്ല. എങ്കിലും അവർ അവരുടെ ആദായത്തിനായി പെട്ടകത്തെ പണിയുന്നതിന് നോഗയെ സഹായിച്ചു. വിശുദ്ധന്മാരെ, നോഗയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ അവസാന കാഹളം മുഴക്കുന്നതുവരെ ഉണർന്നിരിക്കുന്ന ഒരു ശേഷിപ്പ് ദൈവത്തിന് ഉണ്ടായിരിക്കും. ഇന്ന് അനേകർ അവസാന കാഹളത്തിനായി കാത്തിരിക്കുകയാണ്. അവസാന കാഹളം നമ്മെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനല്ല എന്ന് ദൈവജനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവസാന കാഹളം ഊതുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികൾ ആരംഭിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയെ വിളിച്ചറിയിക്കുന്നതിനാണ് അവസാന കാഹളം മുഴക്കപ്പെടുന്നത്. അത് നമ്മെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായി ഒരുക്കുന്നതിനായി ധ്വനിപ്പിക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നും തൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു എന്നും വിളിച്ചറിയിക്കുന്നതിനാണ് അവസാന കാഹളം ധ്വനിപ്പിക്കുന്നത്. ഇത് കാണുന്നതിനായി ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു ഏത് നിമിഷവും വരുമെന്നും ഏത് നിമിഷവും അന്ത്യകാഹളം ഊതപ്പെടുകയും തങ്ങൾ എടുത്തുകൊള്ളപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് സഭയെ ഉറക്കത്തിലാക്കുന്ന നിരവധി പ്രസംഗകർ ഇന്നുണ്ട്. അവസാനത്തെ കാഹളം മുഴങ്ങുന്നതിന് മുൻപ് മറ്റ് കാഹളങ്ങൾ മുഴങ്ങേണ്ടതുണ്ട്. പെട്ടെന്ന് അവസാന കാഹളം ധ്വനിക്കുകയില്ല. മറിച്ച് ആ അവസാന കാഹളം മുഴങ്ങുന്നതിന് മുൻപ് ദൈവം നിരവധി കാഹളങ്ങൾ മുഴക്കും. അതിനുശേഷം മാത്രമേ അവസാന കാഹളം ധ്വനിക്കൂ. വിശുദ്ധന്മാരെ, നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഇന്നെല്ലാവരും അവസാന കാഹളത്തിനായി കാത്തിരിക്കുന്നു. പക്ഷേ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഇന്ന് തൻ്റെ ശുശ്രൂഷകളിലൂടെ അയക്കുന്ന ദൈവത്തിൻ്റെ കാഹളധ്വനി കേൾക്കുവാൻ നാം ഒരുക്കമുള്ളവരാകണം. ദൈവം തൻ്റെ വചനം അയച്ചുകൊണ്ടിരിക്കുന്നു. താൻ സിയോനിൽ തൻ്റെ മുന്നറിയിപ്പിൻ്റെ കാഹളം ഊതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ആ ദൈവത്തിൻ്റെ കാഹളധ്വനി കേൾക്കേണ്ടതുണ്ട്. വിശുദ്ധന്മാരെ, കാഹളനാദത്തിൻ്റെ ഉദ്ദേശം പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അത് നമ്മെ ഒരുക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനുമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനങ്ങൾ പാളയമടിച്ച സ്ഥാനത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് കാഹളം ഊതാറുണ്ടായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന് ചുറ്റും കൂടിവരേണ്ട സമയത്തും കാഹളം ധ്വനിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. യുദ്ധത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിനും കാഹളം മുഴക്കുന്നുണ്ടായിരുന്നു. ദൈവജനങ്ങൾ ദൈവത്തിന് മുന്നോട്ട് പോകുന്നതിന് ഇന്ന് ദൈവജനത്തോട് ദൈവം സംസാരിക്കുന്ന വചനത്തെയും ദൈവശബ്ദത്തെയുമാണ് കാഹളധ്വനി കുറിക്കുന്നത്. ദൈവം തന്റെ ശബ്ദമാകുന്ന കാഹളധ്വനി മുഴക്കി തന്റെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ വിശ്വസ്തനാണ്. ആ കാഹളധ്വനിക്ക് ചെവി കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ശേഷിപ്പിൻ്റെ തത്വം വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണരാം. ഇന്ന് സഭ ഒരു ബാബിലോണിയൻ വേശ്യാവ്യവസ്ഥയുടെ മടിയിൽ ഗാഠനിദ്രയിലാണ്. നിരവധി പ്രസംഗകർ അവർ തങ്ങളുടെ ഉപദേശങ്ങളാൽ ഇന്ന് സഭയെ ആത്മീയ ഉറക്കത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആകയാൽ സഭ ഇന്ന് അവസാന കാഹളത്തിനായി മാത്രമാണ് കാത്തിരിക്കുന്നത്. എന്നാൽ അവസാന കാഹളം ധ്വനിക്കുമ്പോൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവസാന കാഹളം ധ്വനിക്കുമ്പോൾ ദൈവിക ന്യായവിധി
തുടങ്ങി കഴിഞ്ഞു. നാം ദൈവത്തിൻ്റെ ശേഷിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നമ്മുടെ വിളി. നമ്മൾ അതിൻ്റെ ഭാഗമാകണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഭരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ശേഷിപ്പിൻ്റെ ഭാഗമായിരിക്കുവാൻ കഴിയുകയില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമുക്ക് ഇടം കൊടുക്കാം. തൻ്റെ ശബ്ദം നമ്മിൽ ആന്തരികമായ ഒരു വിടുതൽ കൊണ്ടുവരും. അത് നമ്മെ ആത്മീയമായ നിദ്രയിൽ നിന്ന് ഉണർത്തും. അത് ആന്തരികമായി നമ്മെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ശേഷിപ്പിൻ്റെ ഭാഗമായിരിക്കാനുള്ള ദൈവിക വിളിയെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ. അത് കർത്താവിനെ സ്നേഹിക്കുവാനും സത്യത്തെ സ്നേഹിക്കുവാനും തൻ്റെ വഴിയെ സ്നേഹിക്കുവാനും ഉള്ള കഴിവിനെ നമുക്ക് പ്രദാനം ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.